ഹലോ എവരി വൺ വെൽക്കം ടു ദ പാർട്ട് 4. നമ്മൾ ഇതുവരെ 30th ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്തത്. ഈ പാർട്ടിൽ നമ്മൾ 31st ക്വസ്റ്റ്യൻ ടു 40 ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ബട്ട് 31st ക്വസ്റ്റ്യൻ അല്ല, കാരണം 31st ക്വസ്റ്റ്യൻ ഇസ് എ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് 32nd ക്വസ്റ്റ്യൻ മുതൽ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് 32nd ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോക്കാം. ലെറ്റ് എ ബി സി ബി എൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഇഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആർ -2, 2 ആൻഡ് ദ സൈഡ് ബി സി ഇസ് അലോങ് ദ ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ 6, ദെൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ് ചോദിച്ചത്. ഓക്കെ, ഇതൊരു ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ എ ബി സി ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. എ ബി സി എ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആട്ടോ, അതൊക്കെ ഈക്വലാ. പിന്നെ പറയുന്നത് ഈ വെർട്ടെക്സ് -2, 2 എ -2, 2 എന്നാണ് പറയുന്നത്. ആൻഡ് ബി സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ ലൈനാണ്. ബി സി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ ലൈനാണെന്ന് പറഞ്ഞുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ലെങ്ത് കാണാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആകെ ഒരു സാധനമേ ഉള്ളൂ. ഈ -2, 2 ഈ ബി സിയും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പോയിന്റും ഒരു ലൈനും തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പോയിന്റ് x1, x2 എന്ന് പറഞ്ഞ ഒരു പോയിന്റ്, അല്ലെങ്കിൽ x1, y1 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് തന്നിട്ടുണ്ടെന്ന് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ ax1 പ്ലസ് by2 bx1 ഇങ്ങനെ എഴുതണ്ട ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഒരു ലൈനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ നമുക്കൊരു ഫോർമുല അറിയാം. d ഈക്വൽ ടു മോഡുലസ് ഓഫ് a ഓഫ് പോയിന്റ് x1 പ്ലസ് by2 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x1 സ്ക്വയർ പ്ലസ് നമ്മൾ ഏതെടുത്ത് y1 സ്ക്വയർ x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ അല്ല സോറി x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ അല്ല, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സോറി മൈ മിസ്റ്റേക്ക്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആൻഡ് ഇവിടെ y2 അല്ല കേട്ടോ, ഇവിടെ y1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നേരെ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ, ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതൊരു സൈഡ് എ ആണെങ്കിൽ മീഡിയൻ ഈ സൈഡിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട്, അതായത് ഈ പെർപെൻഡിക്കുലർ ഈ സൈഡിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ a/2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇത് എയും a/2 കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഹൈപ്പോട്ടന്യൂസ് വെച്ചിട്ട് എത്രയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നേരെ നമുക്ക് ഇതിന്ന് സൈഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്റ്റൻസ് എത്രയെന്ന് കണ്ടുപിടിച്ച് നോക്കാം. d ഈക്വൽ ടു നമുക്ക് തന്ന ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 ആൻഡ് പോയിന്റ് ഈസ് -2, 2 ആണ് പോയിന്റ്. നേരെ നമുക്ക് നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എ എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻറ്റു -2 പ്ലസ് ബി എന്ന് പറയുന്നത് 1 ആൻഡ് y1 എന്ന് പറയുന്നത് 2. സി എന്ന് പറയുന്നത് എന്താ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ മൈനസ് 6 ഈക്വൽ ടു 0 എന്നാണ് ഇക്വേഷൻ. സോ സി ഈസ് -6 ഹിയർ. എന്നിട്ട് ഇതിന്റെ മോഡുലസ് എടുക്കുക, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എയും ബിയും 1 ആണ്. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് 2. സോ -2 പ്ലസ് 2 -6 ബൈ റൂട്ട് ഓഫ് 2. സോ -2 പ്ലസ് 2 0. സോ -6 ബൈ റൂട്ട് 2. -6ന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ +6 ബൈ റൂട്ട് 2. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 6നെ 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ 3 ഇൻറ്റു 2 ബൈ റൂട്ട് 2 ആൻഡ് 2 കട്ടായി പോകും. ആൻസർ 3 റൂട്ട് 2 എന്ന് കിട്ടും. സോ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് കിട്ടി, 3 റൂട്ട് 2 എന്ന് കിട്ടി. ഡിസ്റ്റൻസ് ഈസ് ഇക്വൽ ടു 3 റൂട്ട് 2 എന്ന് കിട്ടി. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഹൈറ്റ് 3 റൂട്ട് 2 എന്നല്ല കിട്ടിയത്, 3 റൂട്ട് 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഈ ഹൈറ്റ് ആണ് നമുക്ക് കിട്ടിയത്. എന്ത് കിട്ടി, 3 റൂട്ട് 2 എന്ന് കിട്ടി. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എയും a/2 ആണെങ്കിൽ ഈ ഹൈറ്റിന്റെ ഫോർമുല എന്താ, ഹൈപ്പോട്ടന്യൂസ് തിയറം വെച്ചിട്ട് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ എന്ന് വരില്ലേ, മനസ്സിലായോ? അപ്പോൾ ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് എക്സും ഇതും വൈ ആണെങ്കിൽ ഈ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഇത് സെഡ് ആന്ന് വെക്കുക. അപ്പോൾ ഇത് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളത് ഈ എന്തൊക്കെ ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, ഒരു സൈഡും ഉണ്ട്. നമുക്ക് ഈ അതർ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ ഈ അതർ സൈഡ് ഇവിടെ അതർ സൈഡ് ഞാൻ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ സോ എക്സ് വുഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. അതാണ് ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചത്. ഇപ്പോൾ ഈ സൈഡ് ഞാനൊരു എത്രയായിട്ട് അസ്യൂം ചെയ്യാം, ഇത് ഞാൻ എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. സോ ദിസ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. സോ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4. സോ ദാറ്റ് വുഡ് ബി റൂട്ട് ഓഫ് 2a square by 3a square, 4a square minus a square, 3a square by 4. So that would be equal to, that is equal to root 3 by 2 a എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തിൻ്റെ ഇക്വേഷൻ,
ഈ ഹൈറ്റിന്റെ ഇക്വേഷൻ. സോ നമുക്ക് ഹൈറ്റ് ഓൾറെഡി എത്രയെന്ന് അറിയാം, √3/2 എ ഈക്വൽ ടു നമുക്ക് ഹൈറ്റ് ഓൾറെഡി എത്രയെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഹൈറ്റ് കണ്ടുപിടിച്ചത് 3√2 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നേരെ എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ 3 ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് എ ഈക്വൽ ടു 3√2 ഇൻറ്റു 2/√3. സോ √3 ആൻഡ് 3 കട്ടായി പോകും, √3. സോ √6 ഇൻറ്റു 2 എന്ന് വരും. ദാറ്റ് വുഡ് ബി 2√6 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നമുക്ക് ഓപ്ഷൻസിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. 2√6 ആൻഡ് ആൻസർ ഇസ് എസ്. ഓപ്ഷൻ ഇ 2√6 ഇസ് ദ കറക്റ്റ് ആൻസർ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓൾസോ സെഷൻ നോട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം. നമുക്ക് ഒരു പോയിന്റും ഒരു ലൈനും തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണുള്ള ഫോർമുലയാണ് ഈ കാണുന്ന d=x1 + by1 + c √(a² + b²). ഈ x1ഉം y1ഉം ആണ് നമുക്ക് തന്ന പോയിന്റ്. ആൻഡ് ഈ ax + by + c എന്ന് പറഞ്ഞ ലൈനിൽ ഈ എക്സിൻ്റെ വൈൻ്റെ അവിടെ നമുക്ക് തന്ന പോയിന്റ്സ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മോഡുലസ് എടുക്കുക, √(a² + b² എടുക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡിസ്റ്റൻസ് കിട്ടും. ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ ഹൈറ്റിൻ്റെ ഇക്വേഷൻ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ ഇക്വേഷൻ ആണ് √3/2 എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു 3√2 എന്ന്. എന്നിട്ട് ജസ്റ്റ് അത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ എന്ത് കിട്ടും, നമ്മുടെ സൈഡ് കിട്ടും. സൈഡ് ഇവിടെ നമുക്ക് കിട്ടിയത് 2√6 എന്നാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ടു ദ 33rd ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നമ്മുടെ 33rd ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. നമ്മൾ ഓൾറെഡി 32 ചെയ്തു. 33rd ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ ഫോക്കസ് ഓഫ് ദ പാരബോള x² - 4x + 8y + 4 = 0 എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ആദ്യം ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നമുക്കൊരു പാരബോളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കി എഴുതാം. പാരബോളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താ? പാരബോളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് x - h² ഇത് ബി അല്ല എച്ച് ആട്ടോ. ഒന്നുകൂടി എഴുതാം. x - h² 4a × y - k. ഇവിടെ ഞാൻ x - h² എടുത്ത എന്താ y - k² എടുക്കാതെ, കാരണം ഇവിടെ ഓൾറെഡി x² ഉണ്ട്. സോ ഇതൊരു അപ്വേർഡ് ഓപ്പണിംഗ് പാരബോളയാണ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഓപ്പണിംഗ് പാരബോളയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്തിട്ട് ഈ ഫോമിലാക്കി ചെയ്തെടുക്കാം. x² - 4x + 8y + 4 = 0 എന്നാണ്. സോ x² - 4x ഉണ്ട്. ഇനി ഇത് നമുക്ക് കംപ്ലീറ്റ് സ്ക്വയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? x² - 4xനെ നമുക്ക് x² മൈനസ് നമുക്കറിയാം ഒരു a - b² എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a² + b² - 2ab എന്നാണ് വരിക. സോ ഇവിടെ ഓൾറെഡി എ എക്സ് ആണ്, ബി എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ട. സോ കാരണം എ എക്സ് ആവാൻ പറയാൻ കാരണം വെച്ചാൽ ഇവിടെ x² വന്നിട്ടുണ്ട് ഓൾറെഡി. സോ അതായത് -2ab = -4x വരണം. ആൻഡ് നമുക്ക് ഓൾറെഡി എ എക്സ് ആണെന്ന് അറിയാം, ബി കണ്ടുപിടിച്ചാൽ മതി. സോ -4x, b = ഇതൊന്ന് 2 എന്ന് കിട്ടും, b 2 എന്ന് കിട്ടും. സോ a² + b² എന്നല്ല വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു 4 ആഡ് ചെയ്യണം. b 2 എന്ന് കിട്ടിയതിലേക്ക് b² 4 ആഡ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 4 മൈനസ് ചെയ്യുകയും ചെയ്യണം. നല്ല ബാലൻസ് ആവുള്ളൂ. നമുക്ക് വെറുതെ ഒരു 4 ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു 4 ആഡ് ചെയ്ത സ്ഥിതിക്ക് -4 ആവണം, കാരണം അവിടെ ഓൾറെഡി 4 ഇല്ല. അപ്പോൾ ആ 4 കളയാൻ വേണ്ടിയിട്ട് ഇവിടെ 4 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവിടെ ഓൾറെഡി ഒരു 4 ഞാൻ കാണുന്നുണ്ട്. സോ ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഓൾറെഡി ഒരു 4 ഉണ്ട്. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. സോറി, x² - 4x + 8y + 4 എന്നല്ലേ. എന്നിട്ട് ഈ 4നെ എന്ത് ചെയ്യുക, ഈ 4നെ അങ്ങോട്ട് കൊണ്ടുവരിക. x² + 4 - 4x + 8y = 0. സോ ഇതിനെ നമുക്ക് x - 2² + 8y = 0 എന്ന് എഴുതാൻ പറ്റും. അതായത് x - 2² = -8y. സോ ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോക്കസ് ഓഫ് ദ പാരബോള. ഫോക്കസ് ഓഫ് ദ പാരബോള എന്താണെന്ന് ഞാനിത് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഫോർമുല പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് പ്ലോട്ട് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോറി, ഈ നമുക്ക് കിട്ടിയ ഈ പാരബോള രണ്ട് സെയിം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണല്ലോ ഒരു പാരബോള എന്ന് പറയുന്നത്. സോ ഈ പാരബോളയുടെ നമ്മുടെ കിട്ടിയ ഗ്രാഫാണ് ഈ കാണുന്നത്. ഈ ഗ്രാഫിൽ നമ്മൾ നോക്കിയാൽ ഈ കാണുന്നത് കണ്ടോ, ഈ പോയിന്റ് ഇതാണ് നമ്മുടെ വെർട്ടെക്സ്. നമുക്ക് വെർട്ടെക്സ് 2,0 എന്നല്ല കിട്ടിയത്. ഇതിന്റെ ജനറൽ ഫോം നോക്ക്. നമ്മൾ ജനറൽ ഫോം x - h² = 4a × y - k എന്നല്ലേ. സോ ഇതിൽ HK അല്ലേ, h, k ആണ് ഇതിന്റെ വെർട്ടെക്സ് ആയിട്ട് വരിക. h, k ആണ് ഈ ജനറൽ ഫോമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ h, k ആണ് നമുക്ക് വെർട്ടെക്സ് ആയിട്ട് വരിക. സോ ഇവിടെ നമുക്ക് കിട്ടിയത് h എന്ന് പറയുന്നത് 2 ആണ്. ആൻഡ് ഇവിടെ നമുക്ക് y - k എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് 0. സോ 2,0 ആണ് വെർട്ടെക്സ്. ആൻഡ് ഇവിടെ നമുക്ക് എന്താ വെർട്ടെക്സ് കിട്ടിയെന്ന് നോക്കി, വെർട്ടെക്സ് കിട്ടിയേക്കുന്നത് 2,0 ആണ്.
മനസ്സിലായി? വെർട്ടെക്സിറ്റി പറഞ്ഞാൽ ഈ എക്സ്ട്രീം ഈ പോയിന്റ്, അതായത് ഈ കർവ് ചേഞ്ച് ആവുന്ന ഈ പോയിന്റാണ് വെർട്ടെക്സ് എന്ന് പറയാം. സോ വെർട്ടെക്സ് 2,0 t. ഇനി ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താ അറിയോ? ഈ വെർട്ടെക്സ് ഈ എ ഡിസ്റ്റൻസ് ഉള്ളിലേക്കുള്ളതിനാണ് നമ്മൾ എന്ത് പറയാ, ഫോക്കസ് എന്ന് പറയാം. സി, ഇതിപ്പോ നേരെ തിരിച്ച് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എടുക്കുക. ബട്ട് ഇത് ഇങ്ങനെ ഓപ്പൺ ആവുന്ന സ്ഥലത്തേക്ക് എ ഡിസ്റ്റൻസിലുള്ളതിനാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയാം. ആൻഡ് ഇവിടെ നമുക്ക് എന്റെ വാല്യൂ എന്താ, -4 എന്നാണ്. -4 എന്ന് വരുന്നത്, -4 അല്ലെങ്കിൽ വെറും 4. ആൻഡ് ഇവിടെ -4യുടെ കേസാണ്. സോ എന്റെ വാല്യൂ എന്താ, എയുടെ വാല്യൂ 2 ആണ്. -4ay -8y. സോ എയുടെ വാല്യൂ ഈസ് 2. എയുടെ വാല്യൂ 2 കിട്ടിയ സ്ഥിതിക്ക് ഈ പോയിന്റിൽ നിന്ന് 2 ഡിസ്റ്റൻസ് മുന്നിലേക്ക് വരണം. എ പോയിന്റിൽ നിന്ന് 2 ഡിസ്റ്റൻസ് മുന്നിലേക്ക് വരുമ്പോൾ 2,0 നിന്ന് 2 ഡിസ്റ്റൻസ് മുന്നിലേക്ക് വരണം. സോ 1 2. ഈ പോയിന്റിലാണ് നമ്മുടെ എന്ത് വരിക, ഇത് 2,0 2,0 2 പോയിന്റ്സ് ഫ്രണ്ട്, അതായത് 2, ഈ -2 2, -2ലാണ് നമുക്ക് നമ്മുടെ എന്ത് കിട്ടുക, ഫോക്കസ് കിട്ടുക. സോ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് 2, -2. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പരമായിട്ട് ഫോർമുല വെച്ചിട്ട് ഓർത്ത് വെക്കണം. നിങ്ങളുടെ ഈ H, K അല്ലേ, ഇതിൽ H, K പ്ലസ് എ, ഇതാണ് നമ്മുടെ ഫോക്കസിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോക്കസിന്റെ ഇക്വേഷൻ. സോ നമുക്ക് കിട്ടിയത് 2, -2 എന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 2, -2. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നൗ ലെറ്റ്സ് മൂവ് ടു ദ 34th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 34th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 34th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? A circle touches the x-axis at 9,0. If it also touches the straight line y is equal to 14, then the equation of the circle ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. ആദ്യം ഫിഗർ ഒന്ന് വരയ്ക്കട്ടെ. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇത് 14 ആണെങ്കിൽ y equal to 14 ഇതിനെ ടച്ച് ചെയ്ത ഒരു ലൈൻ. ആൻഡ് എക്സ് ആക്സിസ് 9, എക്സ് ആക്സിസ് 9,0നെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എക്സ് ആക്സിസ് 9,0നെ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഐ അസ്യൂം ഇത് 9,0 എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ആൻഡ് സർക്കിൾ വരയ്ക്കുകയാണ്. ഒന്ന് വലുതാക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്കിൾ. ഓക്കെ, ഇതൊന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും? ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഡയമീറ്റർ. ഓക്കെ, ഈ പോയിന്റ് എന്താവും? ഈ പോയിന്റ് വുഡ് ബി 9,14 ആവൂലേ? ഇവിടെ 14 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്, 9,0 ഉണ്ട്. സോ ദിസ് പോയിന്റ് വുഡ് ബി 9,14. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ ആയിട്ട് എന്താ വരിക? ഈ രണ്ട് പോയിന്റ്സിന്റെ സെന്റർ എന്താ വരിക? 9ഉം 9ഉം അതിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? 9/2. 9/2 തന്നെയല്ലേ വരിക? അല്ല, 9/2 എങ്ങനെ വരിക? ഓൾറെഡി എക്സ് ആക്സിസിൽ. സോ 9, 14 0യുടെ മിഡിൽ എന്ന് പറയുന്നത് 9,7. സോ വി ഗോട്ട് 9,7 ആസ് ദ സെന്റർ. സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സെന്റർ ഓരോ റേഡിയസും കിട്ടിക്കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ഡയമീറ്ററിന്റെ ഡിസ്റ്റൻസ് 9,14 നിന്ന് 9,0ലേക്കുള്ള ഡിസ്റ്റൻസ് എന്താ? ഇറ്റ് ഈസ് 14. ഇത് 14 സോ റേഡിയസ് എന്ന് പറയുന്നത് എന്താ? റേഡിയസ് ഇസ് ഇതിന് പകുതി 7. സോ നമുക്കറിയാം ഒരു സർക്കിളിന്റെ സെന്റർ H, Kയും റേഡിയസ് 6 തന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഇക്വേഷന്റെ ഫോർമുല എന്താ? x minus h the whole square plus y minus k the whole square is equal to r square. ഇത് ബേസിക്കലി എന്താ പറയുന്നത്? ഏതൊരു പോയിന്റ്, ഇത് ഒരു സെറ്റ് ഓഫ് ലോക്കസ് ആണല്ലോ സർക്കിള്. സോ ഒരു പോയിന്റിൽ നിന്ന് അതിന്റെ ചുറ്റുമുള്ള ഏതൊരു പോയിന്റിൽ എടുത്താലും ആ പോയിന്റിലേക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് 6 ആവണം. അപ്പോഴല്ലാതെ ഒരു സർക്കിൾ ആവുക. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഇതൊരു H, K എന്ന് പറഞ്ഞ സെന്റർ ആണെങ്കിൽ ഇതിൽ ഏതൊരു പോയിന്റ് x, y എടുത്താലും ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും? x minus h whole square plus y minus k whole square is equal to r square. മനസ്സിലായോ? ആ ലോജിക്ക് മനസ്സിലായോ? അങ്ങനെയാണ് ഈ സർക്കിളിന്റെ ഈക്വേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇനി നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാം. H, K എന്ന് പറയുന്നത് 9, 9,7 അല്ലേ നമുക്ക് കിട്ടിയത് സെന്റർ? 9,7 ആണ് സെന്റർ കിട്ടിയത്. ജസ്റ്റ് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ആൻസർ. സ്ക്വയർ ഇസ് ഇക്വൽ ടു r നമുക്ക് 7 ആണ് കിട്ടി. 7ന്റെ സ്ക്വയർ ഈസ് 14. സോ x minus 9 whole square plus y minus 7 whole square is equal to 49 ആണ് നമ്മുടെ ആൻസർ. സോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ? യെസ്, ഓപ്ഷൻ എ x minus 9 whole square plus y minus 7 whole square is equal to 49 എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നൗ ലെറ്റ്സ് മൂവ് ടു ദ 35th ക്വസ്റ്റ്യൻ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ലെറ്റ്സ് മൂവ് ടു ദ 35th ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 35th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 35th ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് ആർ റെസ്പെക്റ്റീവ്ലി m and n.
എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഇസ് ഇക്വൽ ടു 45 ആൻഡ് ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ എലിപ്സ് ഈസ് √5/3. ഞാൻ ദ ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ മേജർ ആക്സിസ് എന്ന് പറയുന്നത് മേജർ ആക്സിസ് ഈസ് ഈക്വൽ ടു 2a. മേജർ ആക്സിസ് എന്ന് പറയുന്നത് 2a ആണ് നമുക്കറിയാം. ആൻഡ് മൈനർ ആക്സിസ് ഈസ് ഈക്വൽ ടു 2b ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല എന്താ? എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു √1 - b²/a² ഫോർ ആൻ എലിപ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുല. എക്സെൻട്രിസിറ്റി √5/3 ആണ് തന്നുണ്ട്. √5/3 ആണ് തന്നുണ്ട് ഈസ് ഈക്വൽ ടു √1 - b²/a². നമുക്കിവിടെ ബിയും എ അറിയില്ല. നമുക്ക് വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ട് അവിടെ. നമുക്ക് തന്നിട്ടുണ്ട് m² - n² ഈസ് ഈക്വൽ ടു 45. മേജർ ആക്സിസ് എം ആന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മൈനർ ആക്സിസ് എൻ ആന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് m² - n² ഈസ് ഈക്വൽ ടു എത്രയാണ്? 45 45 അല്ലേ? 45 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ എമ്മിൻ്റെ എന്നിൻ്റെ അവിടെ നമുക്ക് കിട്ടിയ ഈ 2aയും 2bയും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2a² - 2b² ഈസ് ഈക്വൽ ടു 45. ദാറ്റ് വുഡ് ബി a² - b²/45/4. കാരണം ഈ 2 സ്ക്വയറുള്ള 4നെ ഞാൻ എന്ത് ചെയ്തു? കോമൺ ആക്കി എടുത്തു. എന്നിട്ട് നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 45/4 എന്ന് വരും. ഇനി എന്ത് ചെയ്യാം? ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫർദർ ചെയ്ത് നോക്കാം. √1 - b²/a² എന്ന് പറയുമ്പോൾ a² - b²/a² എന്ന് വരും. നമുക്ക് a² - b² ഓൾറെഡി 45/4 ആണെന്ന് അറിയാം. സോ √5/3 ഈസ് ഈക്വൽ ടു √45/4 ബൈ ഇവിടെ ഒരു a² കൂടി ഉണ്ട്. കൂടി ഉണ്ട്. 4a². നമുക്ക് കാണേണ്ടത് എന്താ? ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എ കിട്ടും. എ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് 2a എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത് ഓഫ് ദ മേജർ ആക്സിസ് കിട്ടും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത്? √5/3 ഈസ് ഈക്വൽ ടു 45നെ നമുക്ക് √45നെ നമുക്ക് √9 × 5 എന്ന് എഴുതിക്കൂടെ? ആൻഡ് √9 എന്ന് പറയുന്നത് 3 ആണ്. സോ 3√5 എന്ന് എഴുതാം. 3√5/√4 എന്ന് പറയുന്നത് 2 ആണ്. √a² a ആണ്. √5 ക്യാൻസൽ ആയി പോകും. ദിസ് ഇംപ്ലൈസ് a ഈസ് ഈക്വൽ ടു 3 × 3/2 ദാറ്റ് ഈസ് 9/2 എന്ന് കിട്ടും. സോ എയുടെ വാല്യൂ 9/2 കിട്ടിക്കഴിഞ്ഞാൽ മേജർ ആക്സിസിന്റെ വാല്യൂ എന്താ? മേജർ ആക്സിസിന്റെ വാല്യൂ ഇസ് 2a. സോ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈസ് ഈക്വൽ ടു 2a. ദാറ്റ് ഈസ് 2 × എയുടെ വാല്യൂ എന്തായിട്ട്? 9/2. സോ 2 × 2 ക്യാൻസൽ ആയി പോകും. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 9 നമുക്ക് കിട്ടും. So length of major axis is 9. Option E. Okay. I hope you understood. Now let's move on to the 36th question. Okay, now let's move on to the 36th question. 36th question എന്ന് വായിച്ചു നോക്കാം. The vertex of the parabola 4y is equal to x² - 6x + 70 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ ഫോക്കസ് അല്ല, ഇൻസ്റ്റഡ് വെർട്ടെക്സാ ചോദിച്ചിരുന്നത്. വെർട്ടെക്സ് എങ്ങനെ കണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. സോ 4y is equal to x² - 6x + 17 ആണ്. കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്തിട്ട് ഇവിടെ x² ആയതുകൊണ്ട് ഇത് ഒരു എന്താ അപ്വേർഡ് ഓപ്പണിംഗ് പാരബോള അല്ലെങ്കിൽ ഡൗൺവേർഡ് ഓപ്പണിംഗ് പാരബോളയാണ്. ജനറൽ ഫോം എന്താ? x - h (² is equal to 4a × y - k (²). ജസ്റ്റ് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് ജസ്റ്റ് കണ്ടുപിടിക്കാം. x² - 6x + 17 - 4y അല്ല 4y അവിടെ തന്നെ നടന്നാണ് ഈക്വൽ ടു 4y. ഇനി ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. x² - 6x ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു a - b (² എന്ന് പറയുമ്പോൾ a² + b² - 2ab എന്നാണ്. അപ്പോൾ ഓൾറെഡി a x ആണ്. സോ -2 × x × സം b ആണ് -6x. അങ്ങനെ വരുമ്പോൾ ബിയുടെ വാല്യൂ 3 എന്ന് കിട്ടും. ബിയുടെ വാല്യൂ 3 ആണെങ്കിൽ ഇവിടെ b² വരണം. ഇവിടെ a² + b² അവിടെ ഒരു b² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് a - b (² എന്ന് എഴുതാൻ പറ്റും. സോ ഇവിടെ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? b² എന്ന് പറയുമ്പോൾ 9 എന്ന് വരും. x² നമ്മളിവിടെ ഒരു 9 ആഡ് ചെയ്ത് കൊടുക്കുക. അല്ല, 9 ആയിട്ട് എടുക്കണ്ട. ഈ 17നെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്താൽ മതി. 9ഉം 8ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. -6x + 9 + 8 = 4y. നമുക്ക് എന്ത് ചെയ്യാം? ഈ 9നെ അങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാം. ഡിസ്പ്ലേസ് അല്ല. 6x + 8 = 4y. ഇനി എന്ത് ചെയ്യുക? x² + 9 - 6xനെ എനിക്ക് x - 3 (² x² - 3 (² + 8 = 4y) എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ ഫർദർ എന്ത് ചെയ്യാൻ പറ്റും? x - 3 (² = 4y - 8 എന്ന് എഴുതാൻ പറ്റും. x - 3 (² എനിക്ക് ഇനി 4 കോമൺ ആയിട്ട് എടുക്കാം. 4 × y - 2 എന്ന് എഴുതാൻ പറ്റും.
അപ്പോൾ നമുക്ക് ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യട്ടെ. കോപ്പി ചെയ്തു. ഓക്കെ, ഈ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെർട്ടെക്സ് എന്താ? വെർട്ടെക്സ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ ഒരു ഫോമിൽ നിന്ന് വെർട്ടെക്സ് എടുക്കാൻ വേണ്ടിയിട്ട് H, K ആണ് നമ്മുടെ വെർട്ടെക്സ്. ആൻഡ് ഫോക്കസ്, ഇത് വെർട്ടെക്സ് ആട്ടോ, വെർട്ടെക്സ്. ആൻഡ് ഫോക്കസ് എടുക്കാനുള്ള ഫോർമുല എന്താ? ഫോർട്ടെക്സ് എന്ന് പറഞ്ഞ ഫോർട്ടെക്സ് അല്ല, ഫോക്കസ്. H, K+A ആണ്. സോ ഇതാണ് ഫോക്കസ്. നമുക്കിവിടെ വേണ്ടത് എന്താണ്? വെർട്ടെക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ വെർട്ടെക്സ് ഇസ് H, K. ഇവിടെ H എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് K എന്ന് പറയുന്നത് 2 ആണ്. സോ വെർട്ടെക്സ് ഈസ് 3,2. 3,2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ. 3,2 is the correct answer. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ 37th question. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 37th question വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ എക്സെൻട്രിസിറ്റി ഓഫ് ദ ഹൈപ്പർബോള 2x - 6 the whole square by 2 minus 4y + 7 the whole square by 16 is equal to 1. ഇതിൻ്റെ എക്സെൻട്രിസിറ്റി കാണാനാണ് പറയുന്നത്. പറയാം ജനറൽ ഫോം ഓഫ് ഇതെന്താ? ജനറൽ ഫോം ഓഫ് എ ഹൈപ്പർബോള എന്താ? x minus h the whole square by a square minus y minus k the whole square by b square is equal to 1. ഇതാണ് ജനറൽ ഫോം ഓഫ് ദ ഹൈപ്പർബോള. എ എന്ന് പറയുന്നത് എന്താ? സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആൻഡ് സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആൻഡ് ബി എന്ന് പറയുന്നത് സെമി കോൺജുഗേറ്റ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സെൻട്രിസിറ്റിയുടെ ഫോർമുലയാണ്, എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോളയുടെ ഫോർമുലയാണ് √1 + b²/a² എന്നാണ് നമ്മുടെ എക്സെൻട്രിസിറ്റി ഓഫ് ഹൈപ്പർബോളയുടെ ഫോർമുല. അങ്ങനെയാണ് ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന ഫോർമാറ്റിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കേണ്ടി വരും. സോ അതൊരു സിമ്പിൾ പ്രോസസ്സാണ്, ചെയ്ത് നോക്കാം. 2x - 6 whole square by 2 minus 4y + 7 whole square by 16 equal to 1. ഓക്കെ, അപ്പോൾ ഇതിനെ ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എക്സ് ഒറ്റക്കാക്കി കിട്ടണം. 2x കിട്ടിയിട്ട് കാര്യമില്ല. അത് നമുക്ക് എക്സ് ഒറ്റക്കാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ 2നെ പുറത്തെടുക്കാം. 2നെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ നിന്നും 2നെ പുറത്തെടുക്കണം. സോ ഇറ്റ് വുഡ് ബി 2 × x - 3 the whole square by 2 മൈനസ് ഇവിടുന്ന് നമുക്ക് എന്തിനാ 4നെ പുറത്തെടുക്കണം. 4 × y + 7/4 whole square by 16 കിട്ടും. ഇതെങ്ങനെ 7/4 കിട്ടിയെന്ന് മനസ്സിലായോ? 4ന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 4 × 7/4 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 7 തന്നെ കിട്ടും. അപ്പം അങ്ങനെയാണ് അവിടെ 7/4 വന്നത്. ആൻഡ് ഇത് ഫർദർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ = 1 ആണ്. ഫർദർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 × x - 3 the whole square by 2 മൈനസ് 4 എന്ന് പറയുമ്പോൾ 16 × y + 7/4 whole square by 16 equal to 1. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ കട്ട് ചെയ്യാം. സോ ഇവിടെ 4 2 കട്ടായി പോകും, 16 കട്ടായി പോകും. 2 × x - 3 the whole square മൈനസ് y + 7/4 the whole square equal to 1. ഇതിനെ നമുക്ക് ഹൈപ്പർബോളയുടെ ഫോർമുല ആക്കണമെങ്കിൽ 2നെ നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 1/2, അതായത് 1/2 റെസിപ്രോക്കൽ ഇടുമ്പോൾ 2 × x - 3 whole square വരിക. അപ്പോൾ 1/2 എന്ന് എഴുതാം. മൈനസ് y + 7/4 whole square by 1 is equal to 1. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിനായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ ഇതിനായിട്ട് കമ്പയർ ചെയ്യാം. ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്താ വരുന്നത്? എയുടെ വാല്യൂ ഈസ് ദിസ് a² എന്ന് പറയുന്നത് 1/2 ആയിട്ടാണ് വരുന്നത്. ആൻഡ് b² വാല്യൂ 1 ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഈ a² b² വാല്യൂസ് നമ്മൾ നേരെ ഈ എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ = 1 + √1 + b²/a² ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. b² is 1 and a² is 1/2. ദാറ്റ് വുഡ് ബി √1 + b² 1 ആണ് കിട്ടിയത്, a² 1/2 ആണ് കിട്ടിയത്. ആൻഡ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? = √1 + 1/2 റെസിപ്രോക്കൽ 2. സോ = √1 + 2 √3. സോ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ √3 എന്ന് കിട്ടി. √3 എന്ന് പറയുന്ന ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ സി, √3 is the correct answer of the 37th question. Now let's move on to the 30th question. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 30th question വായിച്ചു നോക്കാം. ലെറ്റ് വെക്ടർ a + വെക്ടർ b is equal to lambda I cap plus 16j cap minus 18k cap and vector a minus vector b is equal to 2i cap plus 8j cap plus lambda k cap. If vector a plus vector b is perpendicular to vector a minus vector b, then value of modulus of vector a. ഓക്കെ, ചെയ്ത് നോക്കാം. സിമ്പിളാണ്. a + bയും a - bയും പെർപെൻഡിക്കുലർ ആണെന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ് നമുക്കറിയാം. a + b
പ്ലസ് അത് ഓർത്ത് വെച്ചാൽ മതി, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് വുഡ് ബി 0. എ മൈനസ് ബി ഇസിക്കൽ ടു 0 ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ, ലാംഡ ഐ ക്യാപ് പ്ലസ് 16 ജെ ക്യാപ് മൈനസ് 18 കെ ക്യാപ് ഡോട്ട് 2 ഐ ക്യാപ് പ്ലസ് 8 ജെ ക്യാപ് പ്ലസ് ലാംഡ കെ ക്യാപ് ഇസിക്കൽ ടു 0. ഇനി നമ്മൾ എങ്ങനെയാണ് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുക? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ക്യാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2 ലാംഡ പ്ലസ് 16 ഇൻറ്റു 8 മൈനസ് 18 ഇൻറ്റു ലാംഡ ഈക്വൽ ടു 0. 2 ലാംഡ മൈനസ് 8 ഇൻറ്റു ലാംഡ എന്ന് പറയുന്നത് 16 ഇൻറ്റു 8 മൈനസ് 16 ലാംഡ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 16 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 16 ലാംഡ. സോ ദിസ് ഇംപ്ലൈസ് ലാംഡയുടെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടും. ലാംഡയുടെ വാല്യൂ 8 എന്ന് കിട്ടുകയാണെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബി എന്ന് കിട്ടും. നമുക്ക് എയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത്. എയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടാൻ വേണ്ടി ആദ്യം നമുക്ക് വെക്ടർ എ എന്താണെന്ന് കണ്ടുപിടിക്കാം. വെക്ടർ എ എന്താണെന്ന് കണ്ടുപിടിക്കാൻ എ പ്ലസ് ബിയും എ മൈനസ് ബിയും ആഡ് ചെയ്താൽ ബിയും ബിയും ക്യാൻസൽ ആയിട്ട് 2a എന്ന് കിട്ടും. സോ നമുക്ക് എ പ്ലസ് ബി എ മൈനസ് ബിയും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. എ പ്ലസ് ബിയും എ മൈനസ് ബി ആഡ് ചെയ്യുമ്പോൾ കിട്ടും ലാംഡ പ്ലസ് 2 ഐ ക്യാപ്. അത് മനസ്സിലായോ? എ പ്ലസ് ബി അറിയാം, എ മൈനസ് ബി എന്ന് അറിയാം. അപ്പം ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2യുടെ വാല്യൂ കിട്ടും, സോറി എയുടെ വാല്യൂ കിട്ടും. എയുടെ വാല്യൂ കിട്ടിയാൽ ജസ്റ്റ് ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലാംഡ ഐ ക്യാപ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ലാംഡ ഐ ക്യാപ്, ഇവിടുന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാം. ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടും എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് എ 2a പ്ലസ് ബി മൈനസ് ബി 0 ആയി പോവും. പിന്നെ ആഡ് ചെയ്യുമ്പോൾ 2 പ്ലസ് ലാംഡ ഐ ക്യാപ് പ്ലസ് 16 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 24 ജെ ക്യാപ് പ്ലസ് ലാംഡ മൈനസ് 18 കെ ക്യാപ് കിട്ടും. ഇനി ലാംഡയുടെ വാല്യൂ നമുക്ക് അറിയുന്നത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ലാംഡയുടെ വാല്യൂ 8 ആണ് കിട്ടിയത്. സോ 2 പ്ലസ് 8 10 ഐ ക്യാപ് പ്ലസ് 24 ജെ ക്യാപ് മൈനസ് 8 കെ ക്യാപ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്താ? എയുടെ വാല്യൂ 5 ഐ ക്യാപ് പ്ലസ് 12 ജെ ക്യാപ് മൈനസ് 4 കെ ക്യാപ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, ഓക്കെ ഒരു മിനിറ്റ് അത് കോപ്പി ചെയ്യട്ടെ. നമുക്ക് വേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് മൈനസ് 4 സ്ക്വയർ ഇതിൻ്റെ റൂട്ടാണ്. സോ ദാറ്റ് വുഡ് ബി 25 പ്ലസ് 144 പ്ലസ് 25 പ്ലസ് 16 9 പ്ലസ് 6 ഈസ് 15 5 1 4 5 പ്ലസ് 2 7 7 പ്ലസ് 1 8 8 185 റൂട്ട് ഓഫ് 185. റൂട്ട് ഓഫ് 185 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓപ്ഷൻസ് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? യെസ്, ഓപ്ഷൻസ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. 25 ഇൻറ്റു 13 റൂട്ട് ഓഫ് 185 തന്നെയല്ലേ കിട്ടുക? 144 16. സോ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയതിലൂടെ ലാംഡയ്ക്ക് നമ്മൾ 10 കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ -8 അല്ലേ വരിക. ലാംഡയുടെ വാല്യൂ ഇവിടെ 8 അല്ലേ കൊടുക്കണ്ടേ? സോ 8 മൈനസ് 18 എന്ന് പറയുന്നത് എന്താ വരിക? 8 മൈനസ് 18 എന്ന് പറയുന്നത് ഇറ്റ്സ് 10. സോ ഇറ്റ്സ് -10 എന്നല്ലേ ഇവിടെ വരിക. അപ്പോൾ അവിടെ -5 ആണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ ചെയ്ത് തെറ്റിയത്. സോ ഇവിടെ -4ന് പകരം ഇറ്റ്സ് -5. സോ ഇവിടെയും 25 144 പ്ലസ് 25 ഈസ് 194. 144 പ്ലസ് 50 ഈസ് 194. സോ 185ന് പകരം 194. So the answer would be option E. Option E, 194 is the correct answer for the 30th question. Now let's move on to the 39th question. Okay, അപ്പോൾ നമുക്ക് നമ്മുടെ 39th question വായിച്ചു നോക്കാം. If magnitude of vector A is equal to 12 and the projection of vector A on vector B is 6√3, then the angle between vector A and vector B എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു 12 എന്ന് തന്നിട്ട് അത് നമുക്ക് ഈ പ്രൊജക്ഷൻ എന്താന്ന് മനസ്സിലാക്കി തരാം. ഒരു വെക്ടർ എ ഉണ്ട്, ഒരു വെക്ടർ ബി ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെന്നുണ്ടെങ്കിൽ വെക്ടർ എയുടെ പ്രൊജക്ഷൻ വെക്ടർ ബിയിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയോ? എ കോസ് തീറ്റ. എ കോസ് തീറ്റ എന്നാണ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി. സോ നമുക്ക് തന്നിട്ടുള്ളത് 6√3 എന്നാണ് തന്നിട്ടുള്ളത്. സോ എ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 6√3. എ എന്ന് പറയുന്നത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആട്ടോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ 12 എന്ന് തന്നിട്ടുണ്ട്. 12 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 6√3. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 6√3/12 എന്ന് വരും. 6√3/12 എന്ന് പറയുന്നത് എന്താ? √3/2.
സോ കോസ് തീറ്റ √3/2 എന്ന് വരികയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്താവും? സോ തീറ്റയുടെ വാല്യൂ വുഡ് ബി കോസ് ഓഫ് 30 വരുമ്പോഴാണ്, കോസ് 30 വരുമ്പോഴാണ് √3/2 വരിക. 30 എന്ന് പറയുന്നത് π/6. സോ ആൻസർ വുഡ് ബി π/6. π/6 ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. π/6. ഓക്കെ, അപ്പോൾ now let's move on to the 40th question. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ 40th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. 40th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലെറ്റ് വെക്ടർ എ = 6ik + 2jk + 3kk ഇഫ് വെക്ടർ ബി is parallel to വെക്ടർ എ ആൻഡ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി = 49/2 then the value of വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം എ ഡോട്ട് ബി = 49/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താ? മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ = 49/2 എന്നാണ്. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ട് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ആൻഡ് വെക്ടർ ബി ആ. സോ ഈ വെക്ടർ എയും വെക്ടർ ബിയും പാരലൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലൽ ആണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്താവും? രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്താണ്? 0 ഡിഗ്രിയാണ്. മനസ്സിലായോ? ഇത് രണ്ടും പാരലൽ അല്ലേ? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. സോ കോസ് 0യുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. സോ വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി = കോസ് 0 is 1. അത് പോവും. സോ 49/2 എന്ന് വരും. ആൻഡ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. നമുക്ക് വെക്ടർ എ തന്ന സ്ഥിതിക്ക് മാഗ്നിറ്റ്യൂഡ് വെക്ടർ എ കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല. √6² + 2² + 3² that is √36 + 4 + 9 that is √49. √49 7. വെക്ടർ എയുടെ വാല്യൂ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ 7 എന്ന് കിട്ടി. സോ 7 ഇൻറ്റു magnitude of vector v = 49/2. So magnitude of vector b = 49/2 into 7. 7 49 cut ആയി പോകും. We'll get magnitude of vector b as 7/2. So magnitude of vector b 7/2 എന്നാണുള്ളത്. So option E 7/2 is the correct answer. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട് 4 നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ 40 ക്വസ്റ്റ്യൻ വരെ ചെയ്തു. നെക്സ്റ്റ് പാർട്ടിൽ 40 - 50 ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. സോ അതുവരേക്കും ബൈ. എന്തുണ്ട്, നമ്മുടെ നോട്ട്സ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എടുത്താൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സിനായിട്ട് കാണാം. ബൈ.